നമ്മൾ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം. വീട്ടിലേക്കല്ലടി, ഞാൻ വീഡിയോയിൽ തന്നെ വന്നത്. വീട്ടിലാണ് കേട്ടത്. എന്നാ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളം എനിക്ക് അറിയത്തില്ല, എനിക്ക് ഉള്ള ഇംഗ്ലീഷ്. അവർക്ക് ഇംഗ്ലീഷ് അറിയത്തുള്ളു. വെൽക്കം ടു ബാക്ക് ചാനൽ. അങ്ങനെയല്ല. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ വേണ്ടത്. അപ്പൊ ഞങ്ങള് കല്യാണപ്പുഴയിൽ ഒരുക്കാൻ പോവുകയാണ്. കല്യാണം എത്ര മണിക്കാണ്? 10 മണിക്ക്. ഇപ്പം സമയം ഇപ്പൊ എത്ര? ഒരു 6:30 ആവും. ഇനി ഒരു 2.5-3 മണിക്കൂർ കൊണ്ട് കല്യാണപ്പുഴയിൽ ഒരുക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഒരുങ്ങാൻ. ഞങ്ങൾക്ക് നമ്മൾ പിന്നെ അത്ര വലിയ ഒരുക്കമൊന്നുമില്ല. നമ്മൾ സാരി കൊടുക്കുക, തല കെട്ടുക, ചിരിച്ചിടുക, അത്രയേ ഉള്ളൂ. ഇവിടെ ഈ ടാനായി ഫേസ് മൊത്തം കറുത്ത്. ഇവിടുത്തെ വെയിലത്ത് ഞങ്ങൾ നല്ലതുപോലെ ഞാൻ അവളല്ല കറുത്ത്, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പുറത്ത് പോയത് പല്ലെടുക്കാനും ഇതിനൊക്കെ കാറിലാണ് പോയത് കേട്ടോ. കാറില് അല്ല, ഞാൻ വൈകുന്നേരം പല്ലെടുക്കാൻ പോയത് ബൈക്കില്. പൊരി വെയിൽ കൊണ്ടിട്ട് നീ പുറത്തില്ല. പൊരി വെയിലത്ത് പോയി കറുത്ത്. ഞാനും പൊരി വെയിൽ കൊണ്ടു. അപ്പൊ ബാക്കി അതിലേക്ക് കാണാം. പിന്നെ എന്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതെ, സബ്സ്ക്രൈബ് അതും ചെയ്തേക്കണേ, മറക്കല്ലേ. അങ്ങനെ ഞങ്ങളുടെ മേക്കപ്പ് കഴിഞ്ഞു. ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? മേക്കപ്പ് കൂടിപ്പോയോ? മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഇച്ചിരി ബ്ലഷ്, ഇച്ചിരി ലിപ്സ്റ്റിക്ക്, ഇച്ചിരി ഹൈലൈറ്റർ, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ശരിക്കും പൂ വെച്ചിട്ടുണ്ട്. മുടി കെട്ടി ശരിയായെന്ന് എനിക്കറിയാമോ. ഇതാണ് എൻ്റെ ഔട്ട്. ഇതാണ് അനുവിൻ്റെ ഫൈനൽ. വെള്ളിയൻ അനുവിന് റെഡ് കളർ ചെയ്ത എല്ലാം കൊള്ളാം. ഒരു മുതുക്ക് കമ്മലിട്ട് ആടുകയാണ് താരം. മാല എന്ത് ചെയ്യണ കേട്ടാ? ഒരു മാല എടുക്കാതെ ഇങ്ങ് വന്ന്. ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല. ഇത് കാവ്യ മേടിച്ചത് ഈ മോതിരം. എടി, എനിക്ക് ഒരു മോതിരം താടി. എല്ലാ വിരലിലും മോതിരം. നിന്റെ കയ്യിൽ സ്വർണം കിടക്കല്ലേ? അങ്ങനെ 5-6 മോതിരവും മുതുക്ക് കമ്മലുമായിട്ട് വന്നു. മാല എടുക്കാതെ അവസാനം എൻ്റെ കഴുത്തിൽ കിടന്ന മാല ഞാൻ ഊരിക്കൊടുത്ത്. എനിക്ക് അവളെ ഒരു ഓഞ്ഞ മാല തന്നു, ചേരാത്തൊരു മാല. പിന്നെ ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോ നമ്മൾ പോകും. ഇനി വേറൊരു കാര്യം പറയാനുണ്ട്. ഈ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വേറൊരു കല്യാണത്തിന് പോകാൻ. അത് ആരുടെ കല്യാണം? എൻ്റെ ചിറ്റപ്പന്റെ മോന്റെ കല്യാണം. എടി, ഇരുട്ടായി. അത് പറഞ്ഞോ, കുഴപ്പമില്ല. ഇരുട്ടായി. എൻ്റെ ചിറ്റപ്പന്റെ മോന്റെ കല്യാണം. അത് ഇവിടെ അടുത്ത് തന്നെ, മയിലാടി എന്ന് പറയും. ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ. ഇത് കഴിഞ്ഞിട്ട് അവിടെ പോകണം. അവിടെ പോയി അനിയനെയും നാത്തൂനെയും കാണണം. ഇത് കഴിഞ്ഞിട്ട് വേണം പോവാൻ. ഓക്കെ. ഈ നിൽക്കുന്നത് ആരെന്ന് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും കല്യാണ ചെറുക്കാണെന്നല്ല. പക്ഷെ ചെറുക്കൻ പെണ്ണിന്റെ ചേട്ടനാണ്. ഇവിടെ വേറൊരു പ്രത്യേകത. ഓ മൈ ഗോഡ്, ഇത് എന്നത്
തങ്കച്ചി കല്യാണം ഭാഗ്യം അണ്ണൻ കഴിഞ്ഞു. ശരിക്കും കളിച്ചു. അമ്മൂൽ ഐസ്ക്രീം. കല്യാണ വീട്ടിൽ നിന്ന് ചോറ് കഴിക്കാതെ ഞങ്ങൾ ബിരിയാണി തിന്നാൻ പോകും. കല്യാണ പെണ്ണിന്റെ ചെറുപ്പം തന്നെ പറഞ്ഞത് ബിരിയാണി തിന്നാൻ പോകും. അവിടെ കാണിക്കൂ. ആരാ ഇത്? ആരാ ഇത്? ഇതാരാ? ഞങ്ങളിപ്പോ തിരിച്ച് പോണം. ഇനി മയിലാടിക്ക് പോയി അവിടെ പോയി എൻ്റെ മറ്റേ അനിയൻ്റെ ഫംഗ്ഷന് കയറിയിട്ട് വേണം തിരിച്ച് വീട്ടിൽ പോകാം. 6:30 ട്രെയിനുണ്ട്. അതിൽ ഞങ്ങൾ തിരിച്ചു പോകും. ഞാനും അനിയൻ. നല്ല മഴ ഇവിടെ. മൈലാടിയില് കുറച്ച് പാട്ട് സത്തമ്മ കൂടുമ്പോ പാട്ടെടുക്കാൻ മറന്നല്ലേ കേട്ടാ. ഇങ്ങനെ ഞാൻ എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ വന്നിരിക്കുകയാണ്. മയിലാടിയിൽ എത്തിയിരിക്കുകയാണ്. വന്നിറങ്ങി പെരുമഴ. ഈ ഇതും കൊണ്ട് ഓടണം. അതിന് ഇതുവരെയ്ക്കും വന്നില്ല. അയ്യമ്മ. അമ്പലം കുടുംബക്ഷേത്രം. ഇത് ഞങ്ങളുടെ അമ്പലമാണ്. ഇവിടെ ഇരിക്കുന്ന ഇതെൻ്റെ ചിറ്റപ്പൻ്റെ വീട്. ഓടുവാ ഓടുവാ. അനു தள்ளி போட்டீங்க. ഇത് ഓർത്തെ എന്റെ അത്തയുടെ വീട്. ഇവിടെ ഞങ്ങളുണ്ട്. കണ്ടോ? ഞങ്ങളെല്ലാരും ഉണ്ട്. ദീപാവലി കണ്ടു. നീ അകത്ത് പോയില്ലെങ്കിൽ നിന്നെ വീഡിയോ എടുക്കും. ഇതാണ് എന്റെ അത്ത. എന്റെ സുന്ദരി അത്ത. എന്റെ പാസക്കാരി അത്ത. ഇതാണ് നമ്മളെ വീട്. ഇവിടെ വന്ന നമ്മൾ ഇവിടെയാണ് കിടക്കുന്നത്. കുഞ്ഞു വീടാണെങ്കിലും ഇത് നമുക്ക് ഇവിടെ ഞാൻ ഇവിടെ കുഞ്ഞിനെ വരുമ്പോ എന്റെ ഇത്രേ ഉണ്ടായിരുന്നു. കുഞ്ഞായിരുന്നു. എങ്കിലും എനിക്ക് ഒന്നുകൂടെ പറഞ്ഞൂടെ. കൊച്ചായിരുന്നു. ഇപ്പൊ നോക്കിയാണ് വലിയ മുതുക്ക് ചെറുക്കനായി. പിന്നെ ഇനി +2 எங்க நீ வீடியோ காட்டுறீங்க வீடியோ போட்டுக்கலாம் வீடியோ காட்டு போட்டுருக்கு வீடியோ காட்டிட்டு என்னோட சப்ஸ்கிரைப் கூட நீ வீடியோக்குள்ள ஃபர்ஸ்ட் நீ வீடியோக்குள்ள போய் வீடியோ காட்டு கட் பண்ணு തമ്പി ഇവനോട് അണ്ണനാണ് കല്യാണം. അവരിപ്പം ഇവിടെ അമ്പലത്തിലോട്ട് വരുന്നു. ഞങ്ങളുടെ കുടുംബ അമ്പലത്തിലോട്ട്. ഇങ്ങ ഇല്ല 2 പേരും தான் வருது. சீக்கிரமா வருது. ഇങ്ങ പാറിയ മക്കളെ. ഇതാണ് എൻ്റെ ഒരു അനിയൻ. ഇന്നത്തെ കല്യാണം. ഞങ്ങൾ മഴ പെയ്യുന്നതുകൊണ്ട് ഇനി ഞാൻ നേരെ എന്റെ ഡാഡിയുടെ വീട്ടിൽ പോവുകയാണ്. நல்லா இருக்குல்ல? அழகா இருக்கு. ഇല്ല ഞാൻ ഇങ്ങനെ പോടത്തുള്ളൂ. അപ്പച്ചിയുടെ മോൾ പപ്പി. അവങ്ക എങ്ക ബാക്കി എല്ലാരും ജിമ്മുക്ക് പോയിട്ടിയോ? വരേ ഞാൻ അപ്പ വീട്ടിൽ പോയിട്ട് വരേ. ശരിയാ, ബൈ. ഞങ്ങള് തിരികെ വീട്ടിൽ പോവുകയാണ്. ഇവനാണ് ഞങ്ങളെ കൊണ്ടാക്കുന്ന കുട്ടി. അനു അവിടെ യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത്രയുള്ള എൻ്റെ വ്ളോഗ് ഉണ്ട്. ഇവിടെ
ഇവിടുത്തെ കടയിലേക്ക് നമ്മളെ പഴയ മുട്ടായി ഉണ്ട്. മുട്ടായി, പുളിമുട്ടായി. അയ്യോ, പുളിമുട്ടായി ഉണ്ട്, പഴയ പുളിമുട്ടായി. നമ്മളെ അടുത്തുള്ള കടയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, ഒന്നും പറയത്തില്ല. ഇവിടെ എല്ലാം ഇവിടെ എന്റെ അച്ഛന്റെ വീട്ടിലും കടയുണ്ട്, പക്ഷെ അവിടുത്തെ വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല. ആമാ വാങ്ങിത്താ മക്കളെ. പുളിമുട്ടായി എനിക്ക് 3, അവൾക്ക് 3. ഇതൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ഇഷ്ടംപോലെ മേടിച്ചു അന്ന് 1 രൂപ മക്കളെ ഒന്നവളോ. ഇതിപ്പോ 2 രൂപ. അനു ഇത് നോക്കടി, പുളിമുട്ടായി. എനിക്ക് എന്റെ ഹരീഷിനെ ഒന്ന് നേരെ ചൊവ്വ മിണ്ടാൻ പോലും പറ്റിയില്ല, അവന് മൊണ്ടി നീര്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലേ നിനക്ക് പട്ടിയോടെ അവക്ക് ഇവക്ക് എവിടെ നോക്കിയാലും പട്ടി പൂച്ച അത് തന്നെ. ഞങ്ങൾ അമ്പലത്തിലാണ് പാട്ടിട്ടേക്കുന്നത്. ഞങ്ങളുടെ അമ്പലം കുടുംബ കോവിൽ സംഗളി പൂതത്താർ, ഇവിടുത്തെ ദൈവം. കൊള്ളാൻ മടി. ടിക്കറ്റ് വേണേ റെയിൽവേ സ്റ്റേഷനിൽ അയച്ചനായി. ഒരു വൃത്യം. ഇപ്പൊ ഞങ്ങൾ പോവുകയാണ്. ഈ കല്യാണ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇതോടെ വ്ളോഗ് മുടിഞ്ചു. ഇനി വേറെ എന്തെങ്കിലും ഒക്കെ കിട്ടട്ടെ. വ്ളോഗ് ഇടണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ. അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. உங்களுக்கு எல்லாருக்கும் இந்த வீடியோ பிடிச்சிருந்தா லைக் பண்ணுங்க, சப்ஸ்கிரைப் பண்ணுங்க, கமெண்ட் போடுங்க. சரியா? हिंदी അറിയാം. हिंदीले वीडियो देखा बाद में. वीडियो देखो ना, बाद में पसंद अच्छा है ना, सब्सक्राइब करो, शेयर करो. ഓക്കെ ബൈ. ഇംഗ്ലീഷ് പറയടി. ഇംഗ്ലീഷ് ഒട്ടും പറ്റില്ല.